ഗുഡ് മോർണിംഗ്. എക്സലൻറ്റ് പി എസ് സി സെൻറ്ററിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ആർട്ടിക്കിൾ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് നമ്മൾ പഠിച്ചത്. അതിനകത്ത് ഏകദേശം 5-6 റൂൾസ് നമ്മൾ പഠിച്ചു. ആ റൂൾസ് എല്ലാം നല്ല കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. നമ്മൾ റൂൾസ് എല്ലാം തന്നെ കറക്റ്റ് ചെയ്താണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാതും ഒരു ഓർമ്മിച്ച് വെച്ചിരിക്കുക. പെട്ടെന്ന് ഓർമ്മിച്ച് പഠിക്കാൻ പറ്റുന്നതാണ് ആ റൂൾസ് എല്ലാം. അതൊന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇനി അടുത്ത റൂളിലേക്ക് നമുക്ക് പോകാം. അടുത്ത റൂൾ ആർട്ടിക്കിളായിട്ട് വരുന്നത് നമ്മുടെ ഈ ടൈമുകളുണ്ട്. നമുക്ക് 3 ടൈമുണ്ടല്ലോ. ഒന്ന്, രാവിലെ ടൈമിന് വിളിക്കുന്ന പേര് മോർണിംഗ്. 2 വരുന്നതോ ആഫ്റ്റർനൂൺ. അടുത്തത് വരുന്നത് ഈവനിങ്. ഇത് 3 ചോദിക്കാൻ സാധ്യതയുള്ളതാണ് മോർണിംഗ്. ഇനി ഈ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡുണ്ട്, ഭക്ഷണമാണ് ഒന്ന്. ഏത്? മോർണിംഗിൽ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്, ആഫ്റ്റർനൂണിൽ കഴിക്കുന്ന ലഞ്ച്, ഇവിടെ കഴിക്കുന്നത് ഡിന്നറല്ല സപ്പറാണ്. ഡിന്നർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഷ്ടാന ഭോജനം എന്നാണ് മലയാളം. എവിടെയെങ്കിലും നമ്മൾ പാർട്ടികൾക്കോ എന്തെങ്കിലും പോകുന്നപ്പോൾ കഴിക്കുന്ന ഭക്ഷണമാണ് ഡിന്നർ. ഡിക്ഷണറിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിന്നറിൻ്റെ മലയാളം കൊടുത്തിരിക്കുന്നത് മൃഷ്ടാന ഭോജനം എന്നാണ്. അപ്പോൾ കറക്റ്റ് വേർഡ് സപ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സപ്പർ. ഇതൊന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കാം, ഈ 3 സാധനങ്ങൾ. അപ്പോൾ നമ്മൾ പഠിച്ചു മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്. ആ സമയത്ത് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സപ്പർ. ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പഠിച്ചത് എളുപ്പം മനസ്സിലാവും. ഈ ടൈമുകൾക്ക് മുന്നിൽ മസ്റ്റായിട്ട് എന്താ ചേർക്കുക? ദ മോർണിംഗ്, ദ ആഫ്റ്റർനൂൺ, ദ ഈവനിങ് ഇങ്ങനെ പറയാറുണ്ട്. എന്നാൽ ഈ ടൈമിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് മുന്നിൽ ഇത് ചേർക്കാറില്ല. എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സപ്പർ. ഇതിനൊന്ന് കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഷീ കംസ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഈറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് മതി. പക്ഷേ ദ മോർണിംഗ് എന്ന് വേണം. ഷീ കംസ് ഇൻ ദ ആഫ്റ്റർനൂൺ ആൻഡ് ഈറ്റ്സ് ലഞ്ച് എന്ന് മതി. ഷീ കംസ് ഇൻ ദ ഈവനിങ് ആൻഡ് ഈറ്റ്സ് സപ്പർ എന്ന് മതി. കണ്ട, ഇതാണ് പ്രത്യേകത. ഇത് 3ൻ്റെയും കൂടെ ദ എന്ന ആർട്ടിക്കിൾ മസ്റ്റായിട്ടും ചേർന്നിരിക്കണം. എന്നാൽ ഇവയ്ക്ക് മുന്നിൽ ചേർക്കരുത്. എന്നാൽ ഞാൻ പറയണേ, ഇതിന് ഞാൻ എന്നെ എടുത്ത് പറയണം. ബ്രേക്ക്ഫാസ്റ്റിനെയും ലഞ്ചിനെയും സപ്പറിനെയൊക്കെ ഞാൻ ഒന്ന് എടുത്ത് പറയണേ. നീ എനിക്ക് അന്ന് തന്ന ആ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായിരുന്നു കേട്ടാ. അപ്പോൾ ഞാൻ പറയണേ, ദ ബ്രേക്ക്ഫാസ്റ്റ് യു ഹാവ് ഗിവൺ ടു മീ, ദ ബ്രേക്ക്ഫാസ്റ്റ് യു ഹാവ് ഗിവൺ ടു മീ വാസ് എക്സലൻറ്റ്. അന്ന് നീ എനിക്ക് തന്ന ആ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായിരുന്നു. ദ ബ്രേക്ക്ഫാസ്റ്റ് യു ഹാഡ് ഗിവൺ ടു മീ എന്നുവെച്ചാൽ നീ എനിക്ക് അന്ന് തന്ന ആ ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ അത് ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റിനെ എടുത്ത് പറയില്ലേ, അന്ന് തന്ന ആ ബ്രേക്ക്ഫാസ്റ്റ്. വെറും ബ്രേക്ക്ഫാസ്റ്റ് യു ഹാവ് ഗിവൺ ടു മീ എന്ന് പറയാൻ പറ്റില്ല. നീ എനിക്ക് തന്ന ആ ബ്രേക്ക്ഫാസ്റ്റ്. അതുപോലെ ലഞ്ചും, ദ ലഞ്ച് യു ഹാഡ് ഗിവൺ ടു മീ വാസ് എക്സലൻറ്റ് എന്ന് വെച്ചാൽ നീ എനിക്ക് തന്ന ആ ലഞ്ച് സൂപ്പറായിരുന്നു. ദ സപ്പർ വൺസ് യു ഹാഡ് ഗിവൺ മീ വാസ് സൂപ്പർ. ഒരിക്കൽ നീ എനിക്ക് തന്ന ആ സപ്പറുണ്ടല്ലോ, അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, സൂപ്പർ. അങ്ങനെ പറയണമെങ്കിലൊക്കെ എന്താ പറയുക, ഇത് സാധാരണ നമ്മൾ കഴിക്കുന്ന രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സപ്പർ ഇവയോടൊപ്പം നമ്മൾ ഏത് ചേർത്ത് പറയാറില്ല, ഇത് ചേർത്ത് പറയാറില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ അത് എടുത്ത് പറയുന്നെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ചേർക്കേണ്ടി വരും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് നല്ല ഭംഗിയായിട്ട് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അടുത്ത റൂൾ ഇതാണ്. നമ്മുടെ ഈ പുരാണ ഗ്രന്ഥങ്ങളുണ്ട്, ഒരുപാട് പുരാണ ഗ്രന്ഥങ്ങൾ നമുക്കറിയാം. പുരാണ ഗ്രന്ഥങ്ങളിൽ വരുന്ന ഗ്രന്ഥങ്ങളാണ് ഇപ്പോൾ എന്താണ്? രാമായണ, ഓക്കെ, ഗീത, ഭഗവത്ഗീത, ഓക്കെ, ഭഗവത്ഗീത, മഹാഭാരത. ഇനി അതുപോലെ തന്നെ ഹോളി ബൈബിൾ, ഖുറാൻ, ഇങ്ങനെയുള്ള മഹത്തായ ഗ്രന്ഥങ്ങളുണ്ട്. ഇതിനെ വിളിക്കുന്ന പേര് എപ്പിക്സുകൾ അഥവാ ഇതിഹാസ ഗ്രന്ഥങ്ങളെന്ന് വിളിക്കും. എപ്പിക്കുകൾക്ക് മുന്നിൽ അല്ലേ, ഇങ്ങനെയുള്ള എപ്പിക്കുകൾക്ക് മുന്നിൽ ഏതൊക്കെ? രാമായണ, മഹാഭാരത, ഭഗവത്ഗീത, എന്താണ്, ഖുറാൻ, ഹോളി ബൈബിൾ പോലുള്ള ഗംഭീരമായ എപ്പിക്കുകളും ഇതിഹാസങ്ങളും എന്താണ് എപ്പിക്കുകളെന്ന് പറയുക. അങ്ങനെയുള്ള എന്താണ് പുരാണ ഗ്രന്ഥങ്ങളാണ് ഇവയെല്ലാം തന്നെ. അതുപോലെ ഇതിഹാസ ഗ്രന്ഥങ്ങളാണ് ഏതൊക്കെ? ഇലിയഡ് ആൻഡ് ഒഡീസി പോലുള്ള ഇതിഹാസ ഗ്രന്ഥങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് മുന്നിൽ എപ്പോഴും ചേർക്കാൻ മറക്കരുത്. ദ രാമായണ, ദ ഗീത, ദ മഹാഭാരത എന്നേ പറയാവൂ. ദ രാമായണ, ദ ഗീത, ദ മഹാഭാരത, ദ ഹോളി ബൈബിൾ,
ദ ഖുറാൻ, ഇലിയഡ് ആൻഡ് ഒഡീസി, ദ ഇലിയഡ് ആൻഡ് ദ ഒഡീസി, ദ ഇലിയഡും ദ ഒഡീസി, 2 പുസ്തകം. അപ്പോൾ ദ ഇലിയഡ് ആൻഡ് ദ ഒഡീസി എന്ന രീതിയിലേ പറയാറുള്ളൂ. അപ്പോൾ ഇവയുടെ മുന്നിലെല്ലാം തന്നെ ഏത് ചേർക്കുക? ദ ചേർത്ത് മാത്രമേ പറയാവൂ എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഇനി ഏറ്റവും വലിയൊരു കോമഡി പറയട്ടെ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇൻ്റലിജൻ്റ് ആയിരുന്നാണ്. അപ്പോൾ രാമായണം എഴുതിയത് ആരാണ്? വാത്മീകിയാണ്. അപ്പോൾ ഞാൻ പറയുന്നു വാത്മീകിയുടെ രാമായണം, വാത്മീകീസ്, ഓക്കെ, ഈ അപ്പോസ്ട്രോഫി എസ്, വാത്മീകീസ് രാമായണ വാസ് ആൻ എക്സലൻറ്റ് ബുക്ക്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, വാത്മീകീസ് രാമായണ എന്നെഴുതിയപ്പോൾ അതിൻ്റെ മുന്നിൽ ഏത് വന്നില്ല? ദ വന്നില്ല. അതായത് അവിടെ എഴുത്തുകാരൻ്റെ പേരും കൂടി വരികയാണെങ്കിൽ ഒരിക്കലും ഏത് വരരുത്? ദ വരരുത്. വാത്മീകീസ് രാമായണ എന്നേ പറയാവൂ, വാത്മീകീസ് ദ രാമായണ എന്ന് പറയരുത്. ഇപ്പം നോക്കിയാണ്, ഹോമർ എഴുതിയതാണ് ഇലിയഡും ഒഡീസിയും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയും ഹോമേഴ്സ് ഇലിയഡ് എന്നേ പറയാവൂ, ഹോമേഴ്സ് ദ ഇലിയഡ് എന്ന് പറയരുത്, ദ ഇലിയഡ് എന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെ മഹാഭാരതം എഴുതിയതാരാണ്? വ്യാസനാണ്, വേദവ്യാസൻ. അദ്ദേഹത്തെ അപ്പം നമ്മളിങ്ങനെ പറയുമ്പോൾ വ്യാസാസ് മഹാഭാരത എന്നേ പറയാവൂ, അതായത് ഒരു പുസ്തകത്തിൻ്റെ പേര്, പുരാണ ഗ്രന്ഥങ്ങളുടെ പേര് മാത്രം നമ്മൾ പറയുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കണം? ദ ഉപയോഗിച്ച് മാത്രമേ പറയാവൂ. എന്നാൽ അതിനകത്ത് പേരും കൂടി ആഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാറില്ല. നമ്മൾ കാണാതെ പഠിച്ചു വയ്ക്കുന്നതാണ്. പക്ഷേ ഒരു ഇംഗ്ലീഷുകാരനെ ചോദിക്കുന്നത് വാത്മീകീസ് രാമായണ എന്നേ പറയുന്നുള്ളൂ, വൈ ഡോണ്ട് വി സേ വാത്മീകീസ് ദ രാമായണ? അപ്പോൾ അവർ നമ്മളോട് പറയുന്നത് എന്താ? നമ്മൾ അങ്ങനെ പറയുന്നില്ലെന്ന് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ മറുപടി പറയുന്നത് ഇറ്റ്സ് അവർ യൂസേജ്, വി സ്പീക്ക് ലൈക്ക് ദാറ്റ് എന്നേ അവർ പറഞ്ഞു. നമ്മൾ ഇതേ കണക്കാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ അങ്ങനെ സംസാരിക്കാറുള്ളൂ. ഈ രീതിയിലാണ് അവർ, അതായത് അവരുടെ ഭാഷാ രീതിയാണ്. നമ്മളോട് ഒരു മലയാളത്തിൽ നമ്മൾ ഈ പറയുന്ന രീതികൾ നമ്മളിപ്പോൾ ഈസി ആയിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്, ഈ പറയുന്നത് ഏതെങ്കിലും അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. അതുപോലെ തന്നെ അവർ വാത്മീകീസ് ദ രാമായണ എന്ന് പറയുമ്പോൾ ഇവിടെ നാക്കിന് കട്ടിയാണ്, നാക്കിന് ഒഴുക്കുവരില്ല. അതുകൊണ്ടാണ് വാത്മീകീസ് രാമായണം എന്നേ പറയാവൂ, രാമായണ മഹത് ഗ്രന്ഥമായിട്ട് ദ രാമായണ എന്ന് അവർ പറയാറുള്ളൂ. അതാണ് പ്രത്യേകത. അപ്പം നമുക്കറിയാം, ഇത്രയാണ് ഞാൻ പറഞ്ഞത്, ഒരു പുരാണ ഗ്രന്ഥത്തിന് മുന്നിൽ ദ ചേർത്ത് മാത്രമേ പറയാവൂ. എന്നാൽ അതിന് മുന്നിൽ ആ എഴുത്തുകാരൻ എഴുതിയ ആളിൻ്റെ പേരും കൂടെ വരികയാണെങ്കിൽ ഒരിക്കലും ദ ചേർക്കാൻ പാടില്ല എന്നതാണ് രണ്ടാമത്തെ റൂൾ നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചത് രണ്ട് റൂളുകളാണ്. രണ്ട് റൂളുകളാണ് ആദ്യം പഠിച്ചതും ഇപ്പോൾ പഠിച്ചത്. നന്നായിട്ടൊന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇതെല്ലാം തന്നെ കണക്ട് ചെയ്ത് പോവുക, എല്ലാ ഓർഡറിന് കൃത്യമായി നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അടുത്തത് വരുന്നത് പൊസിഷൻസ് നമുക്കറിയാം. അപ്പോൾ ഞാനൊരു പൊസിഷൻ എഴുതിയാണ്. ഡോക്ടർ ഒരു പൊസിഷനാണ്, ഓക്കെ. കിങ് ഒരു പൊസിഷനാണ്, ക്യൂൻ ഒരു പൊസിഷനാണ്. ഇതെല്ലാം ഒരു പൊസിഷനാണ്. പൊസിഷൻ്റെ മുന്നിൽ നമ്മൾ ഇപ്പോൾ എന്താണ് മസ്റ്റായിട്ടും ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർത്ത് മാത്രമേ എഴുതാവൂ. ദ ഡോക്ടർ, ദ കിങ്, ദ ക്യൂൻ, ഈ രീതിയിലേ പറയാറുള്ളൂ. ദ ഡോക്ടർ ഈസ് കമ്മിങ്, ദ കിങ് ഈസ് കമ്മിങ്, ദ ക്യൂൻ ഈസ് കമ്മിങ്, ദ നേഴ്സ് ഈസ് കമ്മിങ്, ദ ടീച്ചർ ഈസ് കമ്മിങ്, ബിക്കോസ് ഓൾ ദീസ് ആർ നോൺ ആസ് പൊസിഷൻസ്. ഇവയെ വിളിക്കുന്ന പേരാണ് പൊസിഷൻസ്. അതുകൊണ്ട് തന്നെ ബിഫോർ എവറി പൊസിഷൻ ദ മസ്റ്റ് ബി യൂസ്ഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. എല്ലാ പൊസിഷൻ്റെ മുന്നിലും ദ ഉപയോഗിക്കണം. ദ ഡോക്ടർ, ദ മിനിസ്റ്റർ, ദ കിങ്, ദ ക്യൂൻ, ദ നേഴ്സ്, ദ ടീച്ചർ, ഈ രീതിയിൽ എല്ലാത്തിൻ്റെ മുന്നിൽ ഏത് ഉപയോഗിക്കുക? ദ ഉപയോഗിച്ച് മാത്രമേ പറയാവൂ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഒരു പൊസിഷന് ശേഷം ആ വ്യക്തിയുടെ പേരും കൂടെ ചിലപ്പോൾ വരും കേട്ടാ. ഞാൻ പറയുന്നു ദ ഡോക്ടർ ഈസ് കമ്മിങ്, അവിടെ ദ ഡോക്ടർ എന്നേ പറയാവൂ, ഓക്കെ. എന്നാൽ ഡോക്ടർ റാം ഈസ് കമ്മിങ് എന്നതിൽ ദ ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഇതിൻ്റെ കൂടെ പേരും കൂടെ വന്നാൽ പ്രശ്നമാണ്, ദ ഉപയോഗിക്കാൻ പാടില്ല. അതെന്തുകൊണ്ടാണ്? ദ ഡോക്ടർ റാം എന്നവർ പറയൂല, അതങ്ങനെ പറയാറുള്ളൂ. അതാണ് നമ്മൾ കാണാതെ പഠിക്കുന്നവർ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. ഒരു പൊസിഷൻ്റെ മുന്നിൽ മസ്റ്റായിട്ടും ദ ഉപയോഗിക്കേണ്ടതാണ്. ദ ഡോക്ടർ, ദ ടീച്ചർ, ദ ക്വീൻ, ദ കിങ്, ദ ക്വീൻ, ദ കിങ്, ദ മിനിസ്റ്റർ, ദ നേഴ്സ്, ദ ടീച്ചർ, ഈ രീതിയിൽ നമ്മൾ പറയാറുള്ളൂ. ഇനി ദ ഗൈഡ് അല്ലേ, ഈ രീതിയിൽ നമ്മൾ പറയാറുള്ളൂ. എല്ലാത്തിൻ്റെ മുന്നിലും ദ ഉപയോഗിക്കുക. എന്നാൽ ആ പൊസിഷൻ കഴിഞ്ഞിട്ട് പേരും കൂടെ വരുന്നെങ്കിൽ പ്രശ്നമുണ്ട്, ദ ഉപയോഗിക്കില്ല. ഫോർ എക്സാമ്പിൾ, ദ കിങ് ഹാഡ് പാസ്ഡ് അവേ, അല്ലെങ്കിൽ ദ കിങ് ഹാഡ് ബിൽറ്റ് ഇറ്റ്, ദ കിങ് ഹാഡ് ബിൽറ്റ് ഇറ്റ്, ദ കിങ് ഹാഡ് ബിൽറ്റ് ഇറ്റ്. ശരിയാണേ? കിങ് ഷാജഹാൻ ഹാഡ് ബിൽറ്റ് ഇറ്റ്,
ദ കിങ് ഷാജഹാൻ എന്ന് പറയില്ല. ഓക്കെ. ദ ക്യൂൻ ഹാഡ് പാസ്ഡ് അവേ. ദ ക്യൂൻ ഹാഡ് പാസ്ഡ് അവേ. ക്യൂൻ എലിസബത്ത് ഹാഡ് പാസ്ഡ് അവേ. ഈ രീതിയിൽ പറയാവൂ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ പൊസിഷൻ്റെ മുന്നിൽ ഉറപ്പായിട്ട് ഏത് ചേർക്കുക? ദ ചേർത്ത് മാത്രമേ പറയാവൂ. എല്ലാ പൊസിഷൻ്റെയും മുന്നിലും ദ ചേർത്ത് മാത്രമേ പറയാവൂ. എന്നാൽ പൊസിഷൻ കഴിഞ്ഞിട്ട് ഏതും കൂടെ വരുന്നെങ്കിൽ പേരും കൂടി വരുന്നെങ്കിൽ ഒരിക്കലും ദ ചേർക്കാൻ പാടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ദ കിങ് ഹാഡ് പാസ്ഡ് അവേ എന്ന് പറയും, എന്നാൽ കിങ് ഷാജഹാൻ ഹാഡ് പാസ്ഡ് അവേ എന്നേ പറയാറുള്ളൂ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത് പൊസിഷൻ എന്ന് പറയുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് മോനുമെൻറ്റ്സ് എന്ന് പറയും. മോനുമെൻറ്റ്സ് സ്മാരകങ്ങൾ. ഒരു സ്മാരകം പറയട്ടെ, താജ്മഹൽ, അതുപോലെ തന്നെ കുത്തബ് മീനാർ, അതുപോലെ തന്നെ ചാർമിനാർ. ഇതുപോലുള്ള ഒരുപാട് സ്മാരകങ്ങൾ നമുക്കറിയാം. ചാർമിനാർ. എല്ലാ സ്മാരകങ്ങൾക്ക് മുന്നിലും മസ്റ്റായിട്ടും ദ ചേർക്കുക. ദ താജ്മഹൽ, ദ ചാർമിനാർ ഈ രീതിയിൽ, ദ കുത്തബ് മീനാർ ഈ രീതിയിൽ മാത്രമേ പറയാവൂ. ബിഫോർ എവറി മോനുമെൻ്റ് ദ ആർട്ടിക്കിൾ ദ മസ്റ്റ് ബി യൂസ്ഡ്. എല്ലാ മോനുമെൻറ്റ്സിന് മുന്നിലും ദ മസ്റ്റായിട്ടും ഉപയോഗിക്കുക എന്നാണ്. അപ്പോൾ മനസ്സിലായ? ദ താജ്മഹൽ, ദ ചാർമിനാർ, ദ കുത്തബ് മീനാർ ഈ രീതിയിൽ മാത്രമേ പറയാവൂ. ഓക്കെ. ദ ചൈനീസ് വാൾ, ദ ഗ്രേറ്റ് ചൈനീസ് വാൾ ഈ രീതിയിൽ മാത്രമേ പറയൂ. അപ്പോൾ ഓർമ്മിച്ചു കൊള്ളുക, ഇതാണ് നമ്മൾ അടുത്ത് പഠിച്ചത് മോനുമെൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ താജ്മഹൽ നിർമ്മിച്ചത് ആരാണ്? ഷാജഹാൻ. ഞാൻ പറയുന്നത് കിങ് ഷാജഹാൻ ഹാഡ് ബിൽറ്റ് ദ താജ്മഹൽ. ഇതാണ് ഒറിജിനൽ ഇംഗ്ലീഷ്. കിങ് ഷാജഹാൻ ഹാഡ് ബിൽറ്റ് ദ താജ്മഹൽ. ഷാജഹാൻ്റെ പേര് മാറ്റിയിട്ട് കിങ് മാത്രം ചേർത്താൽ ദ ചേർക്കണം. ദ കിങ് ഹാഡ് ബിൽറ്റ് ദ താജ്മഹൽ എന്നോ എന്താണ്? കിങ് ഷാജഹാൻ ഹാഡ് ബിൽറ്റ്. അതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. നിങ്ങൾ തമ്മിൽ കണക്ട് ചെയ്ത് ഞാൻ പറയുകയാണ്. അപ്പം മോനുമെൻറ്റ്സിൻ്റെ മുന്നിൽ എപ്പോഴും ഏത് ചേർക്കുക? ദ ചേർക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് സ്ഥലപ്പേരുകൾ. നമുക്ക് സ്ഥലപ്പേരുകൾ അറിയാമല്ലോ. ഇപ്പോൾ നമ്മളെ സ്ഥലം ട്രിവാൻഡ്രം, കിളിമാനൂർ, ഈ ഒരുപാട് സ്ഥലം. നമുക്ക് കേരള, ഇന്ത്യ, ഇതെല്ലാം സ്ഥലപ്പേര്. എല്ലാത്തിനും സ്ഥലം. അമേരിക്കയിലുള്ള സ്ഥലങ്ങൾ തന്നെ, വാഷിങ്ടൺ, ഇതെല്ലാം സ്ഥലപ്പേരുകളാണ്. നമുക്ക് ഒരുപാട് സ്ഥലപ്പേരുകളില്ല. സ്ഥലപ്പേരുകൾക്ക് മുന്നിൽ ദ ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. സ്ഥലപ്പേരുകൾക്ക് മുന്നിൽ ദ ചേർക്കാൻ പാടില്ല. അപ്പോൾ അമേരിക്ക സ്ഥലപ്പേരാണ്, ദ ചേർക്കാൻ പാടില്ല. അടുത്തായിട്ട് ഇംഗ്ലണ്ട് സ്ഥലപ്പേരാണ്, ദ ചേർക്കുവാൻ പാടില്ല. ഞാനൊരു സെൻറ്റൻസ് എഴുതാം. ഐ ആം ഗോയിങ് ടു അമേരിക്ക. ഐ ആം ഗോയിങ് ടു ഇംഗ്ലണ്ട്. ഈ രീതിയിൽ ഒരു സ്ഥലപ്പേരുകൾക്ക് മുന്നിലും ദ ചേർക്കാൻ പാടില്ല. എന്നാൽ ഈ സ്ഥലപ്പേരുകളുടെ പേരുകൾ മിക്കുള്ളപ്പോഴും യൂണിയനായിട്ട് പറയാറുണ്ട്. ഈ സ്ഥലപ്പേരുകളുടെ പേരുകൾ അമേരിക്കയെ യൂണിയനായിട്ട് പറയുമ്പോൾ വിളിക്കുന്നത് USA അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നാണ്. ഇംഗ്ലണ്ടിനെ വിളിക്കുന്നത് യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ UK എന്നാണ്. ഇതുപോലെ എല്ലാ സ്ഥലപ്പേരുകൾക്കും ഒരു യൂണിയൻ കാണും. മിക്കുള്ള സ്ഥലപ്പേരുകൾക്ക് യൂണിയനുണ്ട്. ഇങ്ങനെ യൂണിയനായിട്ട് പറയുന്നെങ്കിൽ അതിന് മുന്നിൽ മസ്റ്റായിട്ടും ദ ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, ഐ ആം ഗോയിങ് ടു ദ USA. ഐ ആം ഗോയിങ് ടു ദ UK. അതാണ് പ്രത്യേകത. ഒരു സ്ഥലപ്പേരുകൾക്ക് മുന്നിലും നമ്മൾ ദ ഉപയോഗിക്കേണ്ട കാര്യമില്ല. എന്നാൽ ആ സ്ഥലപ്പേരുകൾ യൂണിയനായിട്ട് പറയുകയാണെങ്കിൽ അതിന് മുന്നിൽ മസ്റ്റായിട്ടും ദ ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, ഐ ആം ഗോയിങ് ടു അമേരിക്ക എന്ന് പറയും, എന്നാൽ ഐ ആം ഗോയിങ് ടു ദ USA എന്നേ പറയുള്ളൂ. അതുപോലെ ഐ ആം ഗോയിങ് ടു ഇംഗ്ലണ്ട് എന്ന് പറയും, എന്നാൽ ഐ ആം ഗോയിങ് ടു ദ UK. അമേരിക്കയുടെ യൂണിയനായിട്ടുള്ള പേരാണ് USA, ഇംഗ്ലണ്ടിൻ്റെത് UK. റഷ്യയ്ക്ക് മുന്നിൽ ദ ഉപയോഗിക്കൂല. എന്നാൽ റഷ്യയുടെ യൂണിയനാണ് USSR, അതിന് മുന്നിൽ ദ ഉപയോഗിക്കും. UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് വെച്ചാൽ അബുദാബി എന്ന സ്ഥലപ്പേരിന് മുന്നിൽ ദ ഉപയോഗിക്കൂല. എന്നാൽ UAEക്ക് മുന്നിൽ ദ ഉപയോഗിക്കും. ദ UAE എന്നേ പറയും. അതാണ് പ്രത്യേകത.
അപ്പോൾ USA, ദ USA എന്നേ പറയൂ, അമേരിക്ക എന്നേ പറയൂ. ദ UK എന്നേ പറയൂ, ഇംഗ്ലണ്ട് എന്നേ പറയൂ. ദ UAE എന്നേ പറയുള്ളൂ, അബുദാബി എന്നേ പറയുള്ളൂ. ദ USSR എന്നേ പറയുള്ളൂ ഇതിന്. അപ്പോൾ എല്ലാ യൂണിയനായിട്ടുണ്ടെങ്കിലും അതിന് മുന്നിൽ ഏത് ഉപയോഗിക്കണം, ഇതാ ഉപയോഗിക്കണമെന്നാണ് നിബന്ധന. ഇനി നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലമുണ്ട്, ഇന്ത്യയിലൊരു ഒരു സംസ്ഥാനമുണ്ട്. ആ സംസ്ഥാനം ഒരു യൂണിയൻ്റെ പേരിൽ അറിയപ്പെടുന്നു. 5 നദികളുടെ യൂണിയൻ. 5 നദികളുടെ യൂണിയനാണ് പഞ്ചാബ് അല്ലേ? 5 നദികളുടെ യൂണിയനായ പഞ്ചാബിൻ്റെ മുമ്പ് ദ ഉപയോഗിക്കും, എപ്പോഴും ദ ഉപയോഗിക്കും. കേരള ഈസ് നോൺ ആസ് ഗോഡ്സ് ഓൺ കൺട്രി. കർണാടക ഈസ് എ ഗ്രേറ്റ് പ്ലേസ്. കർണാടക ഈസ് എ ഗ്രേറ്റ് പ്ലേസ്. തമിഴ്നാടു ഈസ് എ ഫാൻറ്റാസ്റ്റിക് വൺ. ദ പഞ്ചാബ് ഈസ് എ ഹെൽത്തി പ്ലേസ്. അവിടെ ദ പഞ്ചാബിൻ്റെ മുമ്പ് മാത്രം ദ ഉപയോഗിച്ചതിന് കാരണം അതാണ്. 5 നദികളുടെ നാടാണ് പഞ്ചാബ്. അതൊരു യൂണിയനായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് നന്നായിട്ട് ഓർമ്മിച്ചുകൊള്ളുക. ഐ എം ഗോയിങ് ടു കേരള, ഐ എം ഗോയിങ് ടു തമിഴ്നാടു, ഐ എം ഗോയിങ് ടു രാജസ്ഥാൻ, ഐ എം ഗോയിങ് ടു മഹാരാഷ്ട്ര, ഐ എം ഗോയിങ് ടു ദ പഞ്ചാബ് എന്നേ പറയൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നുകൂടെ ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? സ്ഥലപ്പേരുകൾക്ക് മുന്നിൽ ദ ഉപയോഗിക്കൂല, എന്നാൽ സ്ഥലപ്പേരുകൾ യൂണിയനായിട്ട് പറയുന്നെങ്കിൽ അതിന് മുന്നിൽ ഉപയോഗിക്കും. അപ്പോൾ യൂണിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എണ്ണത്തിൻ്റെ ഒരു കൂട്ടമായിട്ട് വരുന്നതല്ലേ, അതിനുപയോഗിക്കും. അപ്പോൾ അതും കൂടെ ഓർമ്മിച്ച് വയ്ക്കുക. ഇനി അടുത്തായിട്ട് വരുന്നത് മൗണ്ടൻ റേഞ്ചസ്. മൗണ്ടൻ റേഞ്ചസ്. അടുത്തതായിട്ട് വരുന്നത് പീക്സ്. നമ്മുടെ നാട്ടിൽ 2 ഗ്രൂപ്പുകളുണ്ട്, 2 പർവ്വതങ്ങളുണ്ട്. ഒന്നാമത്തെ നമ്മൾ അറിയപ്പെടുന്നത് പീക്കുകൾ അഥവാ കൊടുമുടികൾ. രണ്ടാമത്തേന് അറിയപ്പെടുന്നത് മൗണ്ടൻ റേഞ്ചസ്. എന്താ ഈ മൗണ്ടൻ റേഞ്ചസ്? പർവ്വത നിരകൾ, പീക്സോ കൊടുമുടികൾ. എല്ലാ ഇൻഡിവിജ്വലായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന കൊടുമുടികൾക്ക് മുന്നിലും എവറസ്റ്റ്, മൗണ്ട് കേട്ടു, കാഞ്ചൻജംഗ ഇങ്ങനെയുള്ള കൊടുമുടികൾക്ക് മുന്നിൽ ദ ഉപയോഗിക്കാൻ പാടില്ല, ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്നത്. എന്നാൽ നമ്മൾ നേരത്തെ പഠിച്ചു ഒരു രാജ്യത്തിൻ്റെ പേരിന് മുന്നിൽ ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ അതൊരു യുണൈറ്റഡ് ആയിട്ടുള്ള പേരാണെങ്കിൽ അതിനുള്ളിൽ ഉപയോഗിക്കണമെന്ന് പഠിച്ചു അല്ലേ? അതാണ് USA, ദ USA. എന്നാൽ ഇവിടെ പഠിക്കുന്നത് ഇൻഡിവിജ്വലായിട്ടുള്ള കൊടുമുടികൾക്ക് മുന്നിൽ ഉപയോഗിക്കൂല, എന്നാൽ അതൊരു മൗണ്ടൻ റേഞ്ചസ് ആണെങ്കിൽ ഉപയോഗിക്കും. അപ്പോൾ ഒരു മൗണ്ടൻ റേഞ്ചസ് പറയാം, ഹിമാലയാസ്. ഒരെണ്ണം പറയാം, പീക്ക് പറയാം, എവറസ്റ്റ്. ഓക്കെ, ദ ഹിമാലയാസ് എന്നേ പറയാവൂ, എന്നാൽ എവറസ്റ്റിൻ്റെ മുന്നിൽ ഉപയോഗിക്കില്ല. ഹീസ് ക്ലൈംബിങ് എവറസ്റ്റ് എന്നേ പറയുള്ളൂ. ഹീസ് ക്ലൈംബിങ് എവറസ്റ്റ്, ഹീസ് ക്ലൈംബിങ് ദ ഗ്രേറ്റ് ഹിമാലയാസ്. അവിടെ അത് ഉപയോഗിച്ചു. അതിന് കാരണം ഇതാണ്, മൗണ്ടൻ റേഞ്ചസിന് മുന്നിൽ ദ ഹിമാലയാസ് എന്നേ പറയൂ, ദ ആൽപ്സ് എന്നേ പറയൂ, ദ ആൻഡീസ് എന്നേ പറയൂ. ഇങ്ങനെ മൗണ്ടൻ റേഞ്ചസിന് മുന്നിൽ ദ ഉപയോഗിക്കണം. ഇൻഡിവിജ്വൽ കൊടുമുടികൾ, ഇൻഡിവിജ്വൽ പീക്സ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കൊടുമുടികൾക്ക് മുന്നിൽ ഇത് ഉപയോഗിക്കരുത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരം പരീക്ഷ. ഹീസ് ക്ലൈംബിങ് ഡാഷ് ഹിമാലയാസ്, ഹീസ് ക്ലൈംബിങ് എ ഹിമാലയാസ്, ആൻ ഹിമാലയാസ്, ദ ഹിമാലയാസ്, നൺ ഓഫ് ദീസ്, ഈ രീതിയിൽ കൊടുത്തിരിക്കും. അപ്പോൾ നമ്മൾ ദ ഹിമാലയാസ്. ഹീസ് ക്ലൈംബിങ് ഡാഷ് എവറസ്റ്റ്, എ എവറസ്റ്റ്, ആൻ എവറസ്റ്റ്, ദ എവറസ്റ്റ്, നൺ ഓഫ് ദീസ്, ഇങ്ങനെ കൊടുത്തിരിക്കും. ആൻസർ നൺ ഓഫ് ദീസ് ആണ്, കാരണം അവിടെ കൊടുക്കാൻ പറ്റില്ല. ഈ രീതിയിൽ പലപ്പോഴും പരീക്ഷയ്ക്ക് സ്ഥിരം ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ എല്ലാം ചോദിക്കാറുണ്ട്. അതെല്ലാം ഒരു ഓർഡറിന് കൃത്യമായി എഴുതി വെച്ച് പഠിക്കുന്നവർക്ക് മാത്രമേ മാർക്കും കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. മൗണ്ടൻ അത് സിമ്പിളാണ് പഠിക്കാനായിട്ട്. ഞാൻ ആദ്യം പറഞ്ഞു എങ്ങനെ നിൽക്കുന്ന നമ്മുടെ ഈ ഒരു സ്ഥലപ്പേരിന് മുന്നിൽ ഉപയോഗിക്കില്ല. യുണൈറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എന്നല്ലേ അതിൻ്റെ ഉപയോഗിക്കും. അത് അടുത്ത് പറഞ്ഞത് ഇൻഡിവിജ്വൽ കൊടുമുടിയൊക്കെ മുമ്പ് ഉപയോഗിക്കില്ല, എന്നാൽ അതൊരു എന്താണെങ്കിൽ പടർന്ന് കിടക്കുന്ന മൗണ്ടൻ റേഞ്ചസ് ആണെങ്കിൽ ഉപയോഗിക്കും. അടുത്തത് ദ്വീപുകളുമുണ്ട്, ദ്വീപ സമൂഹങ്ങളുമുണ്ട്. ഓക്കെ, ദ്വീപ്. ഇപ്പോൾ ഒരു ദ്വീപ് പറഞ്ഞാൽ ശ്രീലങ്ക ഒരു ദ്വീപാണ്, അല്ലെങ്കിൽ ന്യൂസിലാൻഡ് ഒരു ദ്വീപാണ്, അയർലാൻഡ് ഒരു ദ്വീപാണ്, അയർലാൻഡ്. ഓക്കെ, എന്നാൽ ദ്വീപ സമൂഹങ്ങളോ? ഇന്തോനേഷ്യ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ദ്വീപ സമൂഹമാണ്. അതുപോലെ തന്നെ ഫിലിപ്പൈൻസ് ഒരു ദ്വീപ സമൂഹമാണ്. ദ്വീപ സമൂഹങ്ങളിൽ എപ്പോഴും എസ് വരും കേട്ടോ. ഫിലിപ്പൈൻസ്,
വെസ്റ്റ് ഇൻഡീസ് ഈ രീതിയിൽ, നെതർലാൻഡ്സ് ഈ രീതിയിൽ. ദ്വീപ സമൂഹങ്ങളാണെങ്കിൽ യെസ് വരും. ഇങ്ങനെ ദ്വീപുകളാണെങ്കിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ചേർക്കേണ്ട കാര്യമില്ല. ദ്വീപ സമൂഹങ്ങളാണെങ്കിൽ ചേർക്കണം. അതായത് ന്യൂസിലാൻഡിന് മുന്നിൽ ചേർക്കണ്ട, നെതർലാൻഡ്സിന് മുന്നിൽ ചേർക്കണം. ദ ഇൻഡോനേഷ്യ എന്നേ പറയൂ, ദ ഇൻഡോനേഷ്യ. ദ ആൻഡമാൻ നിക്കോബാർ എന്നേ പറയൂ, കാരണം അതൊരു ദ്വീപ സമൂഹമാണ്. ലക്ഷദ്വീപ് 36 ദ്വീപുകളുടെ ഒരു കൂട്ടമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദ്വീപ സമൂഹമാണെന്ന് പഠിച്ചിട്ടുണ്ട്. ദ ലക്ഷദ്വീപ് എന്നേ പറയൂ. ദ ആൻഡമാൻ നിക്കോബാർ, ദ ലക്ഷദ്വീപ്, ദ ഇൻഡോനേഷ്യ, ദ നെതർലാൻഡ്സ്, ദ ഫിലിപ്പൈൻസ്, ദ വെസ്റ്റ് ഇൻഡീസ് ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ശ്രീലങ്കയ്ക്ക് മുന്നിലോ ന്യൂസിലാൻഡിന് മുന്നിലോ അയർലാൻഡിന് മുന്നിലോ ഒന്നും എന്ത് ചേർക്കേണ്ട, ഇത് ചേർക്കേണ്ട കാര്യമല്ല. അപ്പോൾ അതും കൂടെ ഓർമ്മിച്ച് വെച്ചിരിക്കുക. ദ്വീപുകൾക്ക് മുന്നിൽ ചേർക്കരുത്. നമ്മൾ ആദ്യം പഠിച്ച മൗണ്ടൻ റേഞ്ചസിന് മുന്നിൽ ചേർക്കണം, ഇൻഡിവിജ്വൽ മൗണ്ടന് മുമ്പ് ചേർക്കണ്ട. അതുപോലെ തന്നെ ദ്വീപുകൾക്ക് മുന്നിൽ ചേർക്കരുത്, എന്താണ്, ദ്വീപ സമൂഹങ്ങൾക്ക് മുന്നിൽ ചേർക്കണം. അതെപ്പോഴും ഇന്തോനേഷ്യക്ക് സ്ഥിരം ചോദ്യമുണ്ട്. ഇന്തോനേഷ്യ ദ്വീപ സമൂഹമാണ്, അപ്പോൾ അത് സ്ഥിരം ക്വസ്റ്റ്യനാണ്, നന്നായിട്ട് പഠിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ സ്ഥലപ്പേരുകളായിട്ട് അത് സ്ഥലപ്പേരുകൾ പഠിച്ചു. ഇനി അടുത്തായിട്ട് വരുന്നത് മെറ്റൽസ്. ഗോൾഡ്, സിൽവർ. ഒരു മെറ്റലിൻ്റെ മുന്നിലും ഇത് ചേർക്കൂല. ഗോൾഡ് എന്നേ പറയൂ, സിൽവർ എന്നേ പറയൂ, ബ്രോൺസ് എന്നേ പറയൂ. ഇങ്ങനെ മെറ്റലുകൾക്ക് അയൺ എന്നേ പറയൂ, മെറ്റലുകൾക്ക് മുന്നിൽ ഇത് ചേർക്കൂല. എന്നാൽ ഈ മെറ്റൽ ഉപയോഗിച്ച് എന്തെങ്കിലും ആഭരണങ്ങൾ നിർമ്മിക്കും. ഗോൾഡ് കൊണ്ട് വാച്ച് ഉണ്ടാക്കും, സിൽവർ കൊണ്ട് എന്താണ് നെക്ലേസ് ഉണ്ടാക്കും. ഇങ്ങനെ നമ്മൾ ഓരോന്നും ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ അതുകൊണ്ട് എന്തെങ്കിലും എന്താണ് ആഭരണങ്ങൾ ഉണ്ടാക്കിയാൽ അതിൻ്റെ മുന്നിൽ മസ്റ്റായിട്ടും ഇത് ചേർക്കണം. ആഭരണങ്ങൾ, ഓർണമെൻറ്റ്സ്, വെപ്പൺസ്, ആയുധങ്ങൾ. ഇപ്പോൾ സിൽവർ വെച്ച് കോടാലി, പണ്ടത്തെ സിൽവർ കോടാലി നമുക്ക് ഓർമ്മയില്ലേ, സിൽവർ ആക്സ് എന്ന് പറയും. സിൽവറിന് മുന്നിൽ ചേർക്കൂല, സിൽവർ ആക്സിന് മുന്നിൽ ചേർക്കും. ഫോർ എക്സാമ്പിൾ നോക്കാം, ഗോൾഡ് ഈസ് മോർ പ്രഷ്യസ് ദാൻ സിൽവർ. അവിടെ രണ്ടും ചേർത്തില്ലേ? ഓക്കെ. ദ ഗോൾഡ് വാച്ച് ഈസ് മോർ കോസ്റ്റ്ലി, വില കൂടിയതാണ്, ദാൻ ദ സിൽവർ വാച്ച് എന്നേ പറയൂ. അതിൻ്റെ പ്രത്യേകത ഏതിന് മുന്നിൽ, ഒരു ആഭരണങ്ങൾക്കോ ഒരു മെറ്റലുകൾക്ക് മുന്നിലും ഇത് ചേർക്കില്ല. എന്നാൽ അതുകൊണ്ടുണ്ടാക്കുന്ന ആഭരണങ്ങളോ, അതായത് ഓർണമെൻറ്റ്സോ, ആയുധങ്ങളോ, വെപ്പൺസോ അതിന് മുന്നിൽ മസ്റ്റായിട്ടും ഇത് ചേർത്തിട്ടേ പോകാം. ഇത് നല്ല ഭംഗിയായിട്ട് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അതും കൂടി നല്ല ഭംഗിയായിട്ട് ഓർമ്മിച്ച് വെച്ചിരിക്കുക. നമ്മളിപ്പോൾ പറഞ്ഞത് ഏതിന് മുന്നിൽ, ആഭരണങ്ങൾക്ക് മുന്നിൽ ചേർക്കുക. ആഭരണങ്ങൾ മുന്നിൽ ചേർക്കുക. എന്നാൽ അത് സാധാരണ ഇതാണെങ്കിൽ നമ്മൾ എന്തിനു ചെയ്യേണ്ട കാര്യമില്ല, ചേർക്കേണ്ട കാര്യമില്ല എന്ന് പറയും. ഇനി അടുത്തതായിട്ട് വരുന്ന ലാംഗ്വേജ്, ഭാഷ. ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഫ്രഞ്ച്, ഇതൊക്കെ ഓരോ ഭാഷകളാണ്. ഒരു ഭാഷകൾക്ക് മുന്നിലും ഇത് ചേർക്കേണ്ട കാര്യമില്ല. ഇംഗ്ലീഷ് ഈസ് എ global language, French is a classical language, Latin is a classical language, Greek is a classical language, അതുപോലെ തന്നെ അറബിക് ഈസ് എ ഡിഫിക്കൽട്ട് ലാംഗ്വേജ്, ചൈനീസ് ഈസ് എ വേൾഡ് വൈഡ് ലാംഗ്വേജ്. ഈ രീതിയിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു ഭാഷയുടെ മുന്നിലും ഞാൻ എന്താ ചേർത്തില്ല. ഇംഗ്ലീഷ് എന്നും ഫ്രഞ്ച് എന്നും അറബിക് എന്നും ലാറ്റിൻ എന്നും ചൈനീസ് എന്നും ഞാൻ പറഞ്ഞോളൂ, ഒരു ഭാഷയ്ക്ക് മുന്നിലും എന്താ ചേർക്കാൻ പറ്റില്ല. ഓക്കെ. എന്നാൽ എവിടെയെങ്കിലും ദ ഇംഗ്ലീഷ് എന്നോ ദ ഫ്രഞ്ച് എന്നോ കണ്ടാൽ അതിൻ്റെ അർത്ഥം ആ ഭാഷയല്ല, ആ നാട്ടിലെ ജനങ്ങളായി മാറും. നേരത്തെ നമ്മൾ പഠിച്ചു, ഒരു അഡ്ജക്റ്റീവിൻ്റെ കേസ് പഠിച്ചു. ക്ലെവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലെവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു അഡ്ജക്റ്റീവാണ് നമ്മൾ പഠിച്ചു. ദ ക്ലെവർ എന്ന് വെച്ചാൽ ക്ലെവർ പീപ്പിൾ എന്നും, ദ സ്മാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് പീപ്പിൾ എന്നും പഠിച്ചു അല്ലേ, അഡ്ജക്റ്റീവിൻ്റെ കേസിൽ. അതേ കണക്ക് തന്നെയാണ് ഇവിടെയും. ദ റിച്ച് എന്ന് വെച്ചാൽ റിച്ച് പീപ്പിളും, ദ പുവർ എന്ന് വെച്ചാൽ പുവർ പീപ്പിളും അവിടെ പഠിച്ചില്ലേ. അതേ കണക്ക് തന്നെ ഇവിടെയും ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഭാഷ, ദ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പീപ്പിൾ. ദ ഇംഗ്ലീഷ് ആർ അറ്റാക്കിംഗ് ദ ഫ്രഞ്ച് മീൻസ് English people are attacking French people. And സിമ്പിളായിട്ട് ദ ഇംഗ്ലീഷ്, ദേ ആർ ദ ഇംഗ്ലീഷ്, ദാറ്റ് മീൻസ് അവർ ഇംഗ്ലീഷുകാരാണ്. ദേ ആർ ദ ഫ്രഞ്ച്, അവർ ഫ്രഞ്ചുകാരാണ്. ദേ ആർ ദ ചൈനീസ് മീൻസ് അവർ ചൈനക്കാരാണ്. ഈ രീതിയിൽ
ഏതൊരു ഭാഷയോടൊപ്പവും ദ ചേർന്ന് വന്നാൽ ആ നാട്ടിലെ ജനങ്ങളെ സൂചിപ്പിക്കുന്നതിനുള്ള സിമ്പലാവും. ഇംഗ്ലീഷ് മീൻസ് ഇംഗ്ലീഷ് ഭാഷ, ദ ഇംഗ്ലീഷ് മീൻസ് ഇംഗ്ലീഷ് പീപ്പിൾ. ഫ്രഞ്ച് മീൻസ് ഫ്രഞ്ച് ഭാഷ, ദ ഫ്രഞ്ച് മീൻസ് ഫ്രഞ്ചുകാർ. ദ ഫ്രഞ്ച് മീൻസ് ഫ്രഞ്ചുകാർ, അതായത് എന്ത് പറയും, ഫ്രഞ്ച് പീപ്പിൾ ഈ രീതിയിൽ പറയും. ദ ഫ്രഞ്ച് പീപ്പിൾ എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് ഇല്ല. കാരണം ദ ഫ്രഞ്ച് എന്നായപ്പോഴേ അർത്ഥം എന്തെന്നായി, ദ ഫ്രഞ്ച് എന്നായപ്പോഴേ അർത്ഥം ഫ്രഞ്ച് പീപ്പിൾ എന്നായി മാറിയല്ലോ. പിന്നെ ദ ഫ്രഞ്ച് പീപ്പിൾ എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഒരു ഭാഷയ്ക്ക് മുന്നിൽ ഒരിക്കലും ദ വരരുത്. ദ ഏതെങ്കിലും ഭാഷയ്ക്ക് മുന്നിൽ ചേർന്ന് കിടക്കുന്ന കണ്ടാൽ അതിനെ ഭാഷയായിട്ട് പറയരുത്. അത് ഉറപ്പായിട്ടും ആ നാട്ടിലെ ജനങ്ങളെ സൂചിപ്പിക്കുന്നതിനുള്ള സിമ്പലാണ്. ഇത് നന്നായിട്ട് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതാണ് ഏതുമായി ബന്ധപ്പെട്ട, ഭാഷയുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പഠിച്ചത്. ഇനി സബ്ജക്റ്റ്, ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോൾ സബ്ജക്റ്റ് നമ്മൾ പഠിക്കണ്ടേ? സബ്ജക്റ്റ് ഇപ്പോൾ ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ്. ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ്. ഒരു സബ്ജക്റ്റിന് മുന്നിൽ ഇതാ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്കണോമിക്സ് ഒരു സബ്ജക്റ്റിന് മുന്നിൽ ഒരിക്കലും എന്താ ചേർക്കില്ല. ഇക്കണോമിക്സ് ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. മാത്തമാറ്റിക്സ് ഈസ് എ ഡിഫിക്കൾട്ട് സബ്ജക്റ്റ്. രണ്ട് സ്ഥലത്തും എന്താ ചേർത്തില്ല. അവത്തത്ത് ഇതിൻ്റെ മുമ്പ് അതാ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ്ങിന് വ്യത്യാസമുണ്ട്. എക്കണോമിക്സ് എന്ന് വെച്ചാൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ആ സബ്ജക്റ്റ് സാമ്പത്തിക ശാസ്ത്രം. മാത്തമാറ്റിക്സ് എന്ന് വെച്ചാൽ മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റ് ഗണിതശാസ്ത്രം. എന്നാൽ ദ എക്കണോമിക്സ് എന്ന് വെച്ചാൽ സമ്പദ് വ്യവസ്ഥ. നമ്മൾ പറയില്ലേ സമ്പത്ത്. ദ എക്കണോമിക്സ് ഓഫ് മൈ അങ്കിൾ ഈസ് നോട്ട് ഗുഡ്. ദ എക്കണോമിക്സ് ഓഫ് മൈ അങ്കിൾ ആർ നോട്ട് ഗുഡ്. എൻ്റെ അങ്കിളിൻ്റെ എക്കണോമിക്സ് അത്ര നല്ലതല്ല. അതിൻ്റെ അർത്ഥം എൻ്റെ അങ്കിളിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തെ കൊള്ളുകയെന്നല്ല, പിന്നെ സമ്പത്ത് അത്ര പോരാ അങ്കിളിന്. ദ മാത്തമാറ്റിക്സ് ഓഫ് മൈൻ ആർ ഓൾവേസ് റോങ്. അതിൻ്റെ അർത്ഥം എൻ്റെ ഗണിതശാസ്ത്രം പോരാ എന്നാണ്. ദ മാത്തമാറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ക് കൂട്ടലുകൾ, എൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോകുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ സബ്ജക്റ്റുകൾക്ക് മുന്നിൽ ഒരിക്കലും ദ വരാൻ പാടില്ല. ഇനി ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മുന്നിൽ ദ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ്ങിന് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ഉണ്ട്. എങ്ങനെയായി മാറും? ദ എക്കണോമിക്സ് എന്ന് വെച്ചാൽ എക്കണോമിക്സ് സബ്ജക്റ്റ് സാമ്പത്തിക ശാസ്ത്രം, മാത്തമാറ്റിക്സ് എന്ന് വെച്ചാൽ ഗണിതശാസ്ത്രം. ദ എക്കണോമിക്സ് എന്ന് വെച്ചാൽ സമ്പത്ത്, ദ മാത്തമാറ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ് കണക്ക് കൂട്ടലുകൾ. ഈ രീതിയിലായി മാറും. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മിച്ച് വയ്ക്കണം. ഓക്കെ, ഐ നോ ഡാഷ് ഇക്കണോമിക്സ് ഓഫ് യു, ഐ ഡു നോ ഡാഷ് മാത്തമാറ്റിക്സ് ഓഫ് യു. അർത്ഥം എന്താ മീൻ ചെയ്ത്? എനിക്ക് നിൻ്റെ ഗണിതശാസ്ത്രം അറിയണമെന്നാ, എനിക്ക് നിൻ്റെ കണക്ക് കൂട്ടലുകൾ അറിയണമെന്നാ. ആ മീനിങ് അനുസരിച്ച് മാത്രമേ ഡാഷിൻ്റെ അവിടെ ചേർക്കാൻ പറ്റൂ. എനിക്ക് നിൻ്റെ ഗണിതശാസ്ത്രം അറിയണമെന്നാണ് മീനിങ് എടുക്കണമെങ്കിൽ നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഐ നോ മാത്തമാറ്റിക്സ് ഓഫ് യു എന്നേ പറയാൻ പറ്റൂ. എനിക്ക് നിൻ്റെ കണക്ക് കൂട്ടലുകൾക്ക് അറിയണമെന്നുള്ള മീനിങ്ങാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ മസ്റ്റ് ഔട്ട് അവിടെ ചേർത്തിരിക്കണം. ഐ നോ ദ മാത്തമാറ്റിക്സ് ഓഫ് യു. ഈ രീതിയിൽ മാത്രമേ പറയാൻ പറ്റൂ. മനസ്സിലായേ? പണ്ട് ഒരു ഇതിലായിട്ട് കോമഡികളിലൊക്കെ പറയുന്നത് ബോത്ത് ആർ മാത്തമാറ്റിക്സ്, രണ്ടും കണക്ക് തന്നെ അല്ലേ, ആ രീതിയിൽ പറയാറുണ്ട്. അത് ഇവിടെ ഉണ്ട്, ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഏകദേശം അത് കറക്റ്റ്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് ഇത്രയേ ഉള്ളൂ. ഒരു ഭാഷയുടെ മുന്നിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ഭാഷയുടെ മുന്നിൽ ദ ചേർത്ത് കഴിഞ്ഞാൽ ആ ഭാഷ എന്ന മീനിങ്ങിലല്ല ആ പീപ്പിളായി മാറും. അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റിൻ്റെ മുന്നിൽ ദ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി മാറും? അതിൻ്റെ മീനിങ് ടോട്ടൽ ചേഞ്ച് ഉണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം. ഇതുപോലെ ദ ആർട്ടിക്കിൾ എന്ന് പറയുന്നതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ദ എന്ന് പറയുന്നത് ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. എയും ആനിലാണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ പഠിക്കാൻ ഉള്ളൂ. നമ്മളൊരു കോമൺ സെൻസ് വെച്ച് പഠിക്കുകയാണെങ്കിൽ എയും ആനിൻ്റെയും ഉച്ചാരണം, അതായത് വവൽ സൗണ്ടിൻ്റെ മുമ്പ് ആനും കൺസണൻറ്റ് സൗണ്ടിൻ്റെ മുമ്പ് എയും ഉപയോഗിക്കും. ഒരു എന്ന മീനിങ്ങിനെ മാത്രമേ അത് ഉപയോഗിക്കൂ എന്ന് മാത്രം പഠിച്ചു വെക്കുന്നത് ഒരു കോമൺ സെൻസായിട്ട് പഠിക്കുന്ന ഒരാളിന് കിട്ടും. പക്ഷേ ദ എന്ന് പറയുന്ന ആർട്ടിക്കിളിൻ്റെ കേസിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നല്ല ഭംഗിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത്രയും പഠിച്ചു തീർന്നാൽ മാത്രമേ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ കിട്ടൂ. അപ്പോൾ ഇത്രയും ഭാഗം നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത ദിവസം നമുക്ക് പുതിയൊരു പോർഷനുമായിട്ട് അടുത്ത ദിവസം ഏതായാലും എത്താം. ഇത് അപ്പോൾ നമ്മൾ പഠിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ പരീക്ഷയ്ക്കും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ആർട്ടിക്കിളിൻ്റെ ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും പൂർണ്ണമായിട്ടും പഠിച്ചു വെച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇംഗ്ലീഷിൽ 1 മാർക്ക് കിട്ടി എന്നാണ് അർത്ഥം. കാരണം അത് സ്ഥിരം ക്വസ്റ്റ്യനാണ്.
അപ്പോൾ ഈ ഭാഗം നന്നായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത ദിവസം മറ്റൊരു പോർഷനുമായിട്ട് കാണാം. നന്ദി.